ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോണത് പുഴമീൻ കറിയാണ്. പുഴമീൻ ഇവിടെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടി ഇട്ട ശേഷം അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കണം. ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ല പൊട്ടട്ടെ. അപ്പോൾ അതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ മസാല നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നല്ലോണം മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാളംപുളി കേട്ടോ ചേർക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ കറി വേണ്ടത് വെച്ചാൽ അത്ര വെള്ളത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നല്ലോണം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ മീൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കറിയൊക്കെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ചുറ്റിച്ച് കൊടുക്കുക നല്ലോണം. കയ്യിലിട്ട് ഇളക്കിയാൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട് കറി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മീൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുഴമീൻ കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ.